ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മാത്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ നമ്പർ 6 വിത്ത് ദ ടൈം, സമയത്തോടൊപ്പം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ നമ്മൾ ക്ലോക്കിനെ കുറിച്ച് ആണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ ക്ലോക്കിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ക്ലോക്ക് എന്താണെന്നറിയാം, സമയം നോക്കാനറിയാം, ഉള്ള രീതിയിലെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പം നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്, എന്തൊക്കെയാണ് ക്ലോക്കിൽ ഉള്ളത്, എങ്ങനെയാണെന്ന് നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ക്ലോക്കിനെ പരിചയപ്പെടാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇതാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ക്ലോക്കുകൾ ഉണ്ട് അല്ലേ? ഇപ്പൊ നോക്കി, ക്ലോക്കിൽ എത്ര നമ്പേഴ്സ് ആണുള്ളത്? 1, 2, 3 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് ഒരു ക്ലോക്കിലുള്ളത്. അതുപോലെ ക്ലോക്കിൽ ഇങ്ങനെ 3 സൂചികളും കാണാൻ പറ്റും അല്ലേ? അപ്പൊ ആ സൂചികളെയാണ് എന്തെന്ന് പറയുന്നത്? ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് എന്ന് പറയുന്നത് ഈ സൂചികളാണ്. എത്ര സൂചികൾ അല്ലെങ്കിൽ എത്ര ഹാൻഡ്സ് ആണ് ഒരു ക്ലോക്കിലുള്ളത്? 3 ഹാൻഡ്സ് ആണുള്ളത് അല്ലെ? 1, 2, 3. അപ്പൊ നോക്കി, ഈ ഒന്നാമത്തെ സൂചിയെ നോക്കി, ഈ കൂട്ടത്തില് ഈ 3 സൂചികളുടെ കൂട്ടത്തില് ഏറ്റവും ഷോർട്ട് ആയത്, ഏറ്റവും നീളം കുറഞ്ഞ സൂചിയാണ് ഒന്നാമത്തെ സൂചി. അപ്പൊ ആ സൂചിയുടെ പേരാണ് അവർ ഹാൻഡ് അല്ലെങ്കിൽ മണിക്കൂർ സൂചി എന്ന് പറയും. അവർ ഹാൻഡ് ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വൺ. അപ്പൊ നമ്മുടെ 3 സൂചികളിൽ ഏറ്റവും നീളം കുറഞ്ഞ സൂചിയാണ് മണിക്കൂർ സൂചി എന്ന് പറയും. ഈ സൂചി ഓരോ മണിക്കൂറിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നോക്കി, ഈ സൂചി ഇരിക്കുന്നത് 3-ലാണ്. സോ അത് 3 മണിയായിട്ട് നമുക്ക് പറയാം. മൂന്നാമത്തെ മണിക്കൂറിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം പറഞ്ഞ പോയിന്റ് ഇതാണ്, ഒരു ക്ലോക്കിൽ 3 സൂചികളാണുള്ളത്. അതിൽ ഏറ്റവും ഷോർട്ടായ, ഏറ്റവും ചെറിയ സൂചിയാണ് അവർ ഹാൻഡ്. അവർ ഹാൻഡ് ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വൺ. അടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂചി കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സൂചിയാണ് മിനിറ്റ് ഹാൻഡ്. അപ്പൊ ഈ സൂചിയാണ് മിനിറ്റ് ഹാൻഡ്. ഇത് മിനിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മിനിറ്റ് ഹാൻഡ്. ഇനി അടുത്ത സൂചിയാണ് നോക്കി, ഏറ്റവും നീളം കൂടിയ സൂചി. ആ നീളം കൂടിയ സൂചിയാണ് എപ്പോഴും നിങ്ങൾക്ക് ക്ലോക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂചിയാണ്. ആ സൂചിയാണ് സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഓരോ സെക്കൻഡുകളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാൻഡ്. ഇനി ഇതിനകത്ത് ഏറ്റവും നീളം കൂടിയത് ഏത് സൂചിയാണ്? ഈ സൂചിയാണ് അല്ലെ? സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പം ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും നീളം കൂടിയത് സെക്കൻഡ് സൂചിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഏത് സൂചിയാണ്? അതും സെക്കൻഡ് സൂചി തന്നെയാണ്. അപ്പം ഈ 3 സൂചികളിൽ ഏറ്റവും ലോങ്സ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂചി സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് സൂചിയാണ്. ഇനി ഏറ്റവും ഷോർട്ട് ആയത്, ഏറ്റവും ചെറിയ സൂചി ഏതാന്ന് നമ്മൾ പറഞ്ഞു? അവർ ഹാൻഡ് ആണ് അല്ലെങ്കിൽ മണിക്കൂർ സൂചിയാണ്. ഇനി ഷോർട്ടും അല്ല ലോങ്ങും അല്ല, അതിന്റെ ഒരു മീഡിയം സൈസിൽ വരുന്ന സൂചിയാണ് ഏത്? നമ്മുടെ മിനിറ്റ് ഹാൻഡ്. മിനിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഹാൻഡ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സൂചിയാണ്. അപ്പൊ ഇത്രയുമാണ് ഒരു ക്ലോക്കിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ എക്സസൈസിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമായി തന്നെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്ന ഇതാണ്, ഒരു സ്കൂളിൽ നിന്ന് സാറും കുട്ടികളും കൂടി ഒരു സ്റ്റഡി ടൂറിന് പോകുന്നു. അപ്പൊ സ്റ്റഡി ടൂറിന് പോയപ്പം ഓരോ സമയത്തിലും അവർ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പിക്ചറായിട്ട് പേജിൽ തന്നിരിക്കുന്നത്. അപ്പം വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ആക്ടിവിറ്റി. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ആദ്യം ടൈം ദേ സ്റ്റാർട്ടഡ്. അവർ സ്റ്റാർട്ട് ചെയ്ത സമയം ക്ലോക്കിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ എഴുതണം. അതാണ് ആദ്യത്തേത്. അപ്പൊ നോക്കി, അവര് അവിടുന്ന് സ്റ്റഡി ടൂറിന് ഇറങ്ങിയ സമയമാണ് ഈ ക്ലോക്കിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ സമയം എത്രയാണെന്ന് കൂട്ടുകാർക്ക് പറയാൻ സാധിക്കുമോ? ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഏറ്റവും ഷോർട്ട് ആയത് അവർ ഹാൻഡ് ആണ്. അതുപോലെ ഈ സൂചി എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ് ആണ്. അപ്പൊ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ആണ് നമുക്ക് ക്ലോക്കിൽ തന്നിരിക്കുന്നത്. അപ്പൊ അവർ ഹാൻഡ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്? 6-ലേക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, 6ാമത്തെ മണിക്കൂറാണ്. ഇനി നോക്കി, മിനിറ്റ് ഹാൻഡ് എവിടെയാ വന്നിരിക്കുന്നത്? 12-ലാണ്. അതായത് 6ാമത്തെ മണിക്കൂർ 12ാമത്തെ സൂചിയിലാണ് മിനിറ്റ് സൂചി നിൽക്കുന്നത്. അപ്പൊ ഈ സമയം ഏതാണ്? 6 മണി. സോ 6 മണി നമുക്ക് എങ്ങനെ എഴുതാം? 6 എഴുതുക, 2 പോയിന്റ് ഇടുക, ദെൻ 00. അപ്പൊ ഇങ്ങനെയാണ് 6 മണി നമ്മൾ എഴുതുന്നത്. ഈ അടുത്ത ക്ലോക്ക് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സമയം തന്നിട്ടുണ്ട്, 8 o'clock എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ക്ലോക്കിലേക്ക് വരയ്ക്കണം. അപ്പൊ നോക്കി, 8 o'clock ഇതെങ്ങനെ നമുക്ക് ക്ലോക്കിലേക്ക് വരയ്ക്കാം? അവർ ഹാൻഡ് എവിടെയായിരിക്കും വരുന്നത്? 8-ലായിരിക്കും. മിനിറ്റ് ഹാൻഡ് എവിടെ വരും? 12-ൽ വരും അല്ലേ?
അപ്പൊ അവർ ഹാൻഡ് നമ്മൾ വരയ്ക്കുമ്പോൾ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള അവർ ഹാൻഡ് വരയ്ക്കുന്നത് 8 നേരെ പോയിന്റ് ചെയ്ത് അവർ ഹാൻഡ് വരയ്ക്കണം. അതുപോലെ 12 നേരെ മിനിറ്റ് ഹാൻഡും വരയ്ക്കണം. അപ്പൊ ഇതാണ് 8 മണി അല്ലെങ്കിൽ 8 o'clock എന്ന് പറയുന്നത്. അവർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം സൂ വിസിറ്റിനാണ് പോയത്. അപ്പൊ സമയം നമുക്ക് തന്നിട്ടുണ്ട് 8:30. അപ്പൊ 8:30 നമ്മൾ ക്ലോക്കിൽ വരയ്ക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 8:30 വരയ്ക്കുമ്പം 8-ന്റെയും 9-ന്റെ ഇടയ്ക്കായിട്ട് അവർ ഹാൻഡ് വരണം. അതുപോലെ 6 മിനിറ്റ് ഹാൻഡും വരണം അല്ലെ. അതായത് 8 മണി കഴിഞ്ഞ് ഈ 6 എത്തുമ്പോൾ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ആകുമ്പോഴത്തേന് നമുക്കറിയാം അവർ ഹാൻഡ് 8-ന്റെയും 9-ന്റെയും നടുക്കായിട്ട് വരും. സോ അങ്ങനെ വരയ്ക്കണം. അപ്പൊ ഈ നടുക്കത്തേക്കായിട്ട് നമ്മൾ 8-ന്റെയും 9-ന്റെയും നടുക്കായിട്ട് അവർ ഹാൻഡ് വരയ്ക്കുന്നു. അതുപോലെ 30 എന്ന് പറയുമ്പോൾ എവിടെ വരണം? അത് 6 പോയിന്റ് ചെയ്യണം. മിനിറ്റ് ഹാൻഡ് 6 പോയിന്റ് ചെയ്യണം. അപ്പൊ ഇതാണ് 8:30. അതിനുശേഷം അവർ പോയത് ലഞ്ച് കഴിക്കാനാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ സമയം തന്നിട്ടുണ്ട് 1:30 ആണ്. ഉച്ചയ്ക്ക് 1:30 അവർ ഫുഡ് കഴിക്കുന്നത്. 1:30 എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 1:30 എന്ന് പറയും. അതായത് 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ്സ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവർ ഹാൻഡ് എവിടെ വരണം? 1 ഫോക്കസ് 1 പോയിന്റ് ചെയ്തിട്ടുള്ള അവർ ഹാൻഡ് ആയിരിക്കണം. അപ്പൊ 1 പോയിന്റ് ചെയ്ത് നിങ്ങൾ അവർ ഹാൻഡ് വരയ്ക്കുക. ഷോർട്ട് ആയിട്ടുള്ള ഹാൻഡ് 1 പോയിന്റ് ചെയ്ത് വരയ്ക്കുക. 1 മണി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ 12 അല്ലെ. 1 മണി എന്ന് പറയുന്നത് 1-ലും അവർ ഹാൻഡ് 1-ലും മിനിറ്റ് ഹാൻഡ് 12-ലും വരുമായിരുന്നു. ഇവിടെ 1:30 ആണ്. 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ്സ് ആയി എന്ന് പറയുമ്പോൾ 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ്സ് ആയി എന്ന് പറയുമ്പോൾ എവിടെ വരണം? അത് 6 വരണം. നിങ്ങളുടെ മിനിറ്റ് ഹാൻഡ് 6 വരണം. അപ്പോഴാണ് ടൈം 1:30 ആവുന്നത്. ഇനി അടുത്തത് പ്ലാനറ്റേറിയം. അവർ പ്ലാനറ്റേറിയം വിസിറ്റിന് പോയി. അതിന്റെ ടൈം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ എഴുതണം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് അവർ ഹാൻഡും തന്നു, മിനിറ്റ് ഹാൻഡും തന്നു. അവർ ഹാൻഡ് എവിടെ ഇരിക്കുന്നു? 2 പോയിന്റ് ചെയ്യുന്നു. മിനിറ്റ് ഹാൻഡോ 12. അപ്പൊ സമയം എത്രയായിരിക്കും? 2 o'clock. 2 മണിയാണ് അല്ലെ. 2 മണീനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 o'clock എന്ന് എഴുതാം. ഇനി അടുത്തത് ബീച്ച്. അവരൊരു ബീച്ചിൽ പോയി. സമയം തന്നിട്ടുണ്ട് 5 മണി. വൈകുന്നേരം 5 മണിയായപ്പോ അവര് ബീച്ചിൽ പോയി. അതെങ്ങനെ നമുക്ക് ഇത്ര കാണിക്കാം? അവർ ഹാൻഡ് 5 നിൽക്കണം. മിനിറ്റ് ഹാൻഡ് എവിടെ നിൽക്കണം? 12 നിൽക്കണം. അപ്പൊ നോക്കി, അവർ ഹാൻഡ് 5 നിൽക്കണം. മിനിറ്റ് ഹാൻഡ് 12 നിൽക്കണം. അപ്പൊ ഇതാണ് 5 മണി. പിന്നെ ലാസ്റ്റ് വണ്ണിലാണ്. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞത് രാവിലെ 6 മണിക്ക് അവര് സ്റ്റഡി ട്രിപ്പിന് പോയി. രാത്രി 9 മണിക്കാണ് തിരിച്ചെത്തിയത്. അപ്പൊ ലാസ്റ്റത്തെ ഇതാണ് ടൈം ദേ റീച്ച്ഡ് ബാക്ക്. അവർ വന്ന സമയം രാത്രി 9 ആണ്. അപ്പൊ നമുക്കതിനെ എങ്ങനെ എഴുതാം? 9 മണിക്കാണ് എത്തിയത്. സോ 9 o'clock എന്ന് എഴുതാം. ഇനി നമുക്കത് എങ്ങനെ ക്ലോക്കിൽ വരയ്ക്കാം? 9 എന്ന് പറയുന്നത് അവർ ഹാൻഡിലേക്ക് നിൽക്കണം അല്ലെ. അവർ ഹാൻഡ് 9 നിൽക്കും. ബാക്കി മിനിറ്റ് ഹാൻഡ് എവിടെ നിൽക്കും? 12 നിൽക്കും. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ 9 അവർ ഹാൻഡ് വരയ്ക്കുക. അതുപോലെ 12 മിനിറ്റ് ഹാൻഡ് വരയ്ക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ആക്ടിവിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു ഹെഡിങ് കാണാനായിട്ട് സാധിക്കും, ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ക്ലോക്ക്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ക്ലോക്കിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എക്സാക്ട് ദിസ് പിക്ചർ. ഹൗ മെനി ഹാൻഡ്സ് ഡസ് ഇറ്റ് ഹാവ്? നമ്മൾ ആദ്യം പഠിച്ചു എത്ര ഹാൻഡ്സ് ആണ് ഒരു ക്ലോക്കിനുള്ളത്? 3 ഹാൻഡ്സ്. ഏതൊക്കെയായിരുന്നു ഹാൻഡ്സ്? അവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, ആൻഡ് സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. വാട്ട് ഡസ് ഈച്ച് ഹാൻഡ് റെപ്രസെന്റ്? ഓരോ ഹാൻഡും റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? അവർ ഹാൻഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? അവറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. മിനിറ്റ് ഹാൻഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മിനിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സെക്കൻഡ് ഹാൻഡോ സെക്കൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പേജ് നമ്പർ 71 കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഹാൻഡ് ടേൺസ് ദ ഫാസ്റ്റസ്റ്റ്? ഏത് ഹാൻഡാണ് ഈ 3 ഹാൻഡിൽ ഏത് ഹാൻഡാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്? ഏത് ഹാൻഡാണ്? അവർ ഹാൻഡ് ആണോ, മിനിറ്റ് ഹാൻഡ് ആണോ, സെക്കൻഡ് ഹാൻഡ് ആണോ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? സെക്കൻഡ് ഹാൻഡ്. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഹാൻഡാണ് സെക്കൻഡ് ഹാൻഡ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് നിങ്ങൾ ആ ബോക്സിൽ എഴുതേണ്ടത് സെക്കൻഡ് ഹാൻഡ് എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ? അതായത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ, അതായത് ഇവിടെ സെക്കൻഡ് ഹാൻഡ് 7 വരച്ചിട്ടുണ്ട്. ഇവിടുന്ന്
കറങ്ങി ഈ 7-ൽ തന്നെ എത്താൻ എത്ര സമയം എടുക്കുന്നു? അതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഈ 7-ൽ നിന്ന് അല്ലെങ്കിൽ എവിടെയാണോ അവിടെ നിന്ന് വീണ്ടും അവിടെ തന്നെ തിരിച്ചു വരാൻ, അതായത് ഒരു റൊട്ടേഷൻ, ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമെടുക്കും? 60 സെക്കൻഡ്. അപ്പൊ അതിനെടുക്കുന്ന സമയമാണ് 60. അപ്പൊ ഒരു റൊട്ടേഷന് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 60 സെക്കൻഡ്. ഇനി 60 സെക്കൻഡ് എത്ര മിനിറ്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? 60 സെക്കൻഡ് 1 മിനിറ്റ് ആണ് അല്ലേ? അപ്പൊ 60 സെക്കൻഡ് എന്നും അല്ലെങ്കിൽ 1 മിനിറ്റോ എന്ന ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ആ ബോക്സിൽ എഴുതാം. അപ്പം ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡിന് ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് നിങ്ങൾക്ക് ആ ബോക്സിൽ എഴുതാം. ഇനി മൂന്നാമത്തെ അടുത്ത ചോദ്യം, ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ടേക്ക് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ? നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇവിടെ നോക്കി, ഈ 12-ൽ ഇരിക്കുന്ന ഈ സൂചിയാണ് മിനിറ്റ് സൂചി. ഈ മിനിറ്റ് സൂചി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഈ 12-ൽ തന്നെ വരാം. അതായത് ഇപ്പൊ 12-ൽ ഇരിക്കുകയാണ്. ഈ 12-ൽ ഇതുപോലെ കറങ്ങി 1, 2, 3, 4 ഇങ്ങനെ എല്ലായിടത്തും കറങ്ങി വീണ്ടും 12-ൽ എത്താൻ എത്ര സമയമെടുക്കും? അതിനെത്ര സമയമെടുക്കും? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ 12 എന്നുള്ളത് 1, 2, 3, 4 എന്നുള്ളത് മാറി ഇവിടെ എത്തുമ്പോഴത്തേനും ഈ 3 o'clock മാറി എന്താവും? 4 o'clock ആവും അല്ലേ? അപ്പൊ അത് മാറി, ഈ സമയം മാറി 4 o'clock ആയിട്ട് മാറും. അപ്പൊ എത്ര സമയം എടുക്കും ഈ ഒരു റൊട്ടേഷൻ നമ്മുടെ മിനിറ്റ് ഹാൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ? 1 hour എടുക്കും അല്ലേ? 1 hour. ഓക്കെ, ഈ 1 hour, അവറിൽ നമുക്ക് 1 എന്ന് പറയാം. ഇനി എത്ര മിനിറ്റ് ആണെന്ന് പറയാം? 1 hour എന്ന് പറയുമ്പോൾ 60 minutes ആണ്. അപ്പൊ 1 hour എന്നും പറയാം, 60 minutes എന്ന് പറയാം. അപ്പൊ ബോക്സിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 1 hour എന്ന് എഴുതാം അല്ലെങ്കിൽ 60 minutes എന്ന് എഴുതാം. രണ്ടും ആൻസർ ശരിയാണ്. അടുത്ത ചോദ്യമാണ്, വാട്ട് അബൌട്ട് ദ അവർ ഹാൻഡ്? അപ്പൊ നമുക്ക് അവർ ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഈ പിക്ചറിൽ അവർ ഹാൻഡ് ഇപ്പൊ 4-ലേക്ക് പോയിന്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 4-ൽ പോയി, 5-ൽ പോയി, 6 പോയി, 7 പോയി, 8 പോയി, ഇങ്ങനെ കറങ്ങി 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 തിരിച്ച് 4-ൽ എത്താൻ എത്ര മണിക്കൂർ എടുക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? ഈ 4-ൽ നിന്ന് 5-ൽ എത്താൻ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കും. 5-ൽ നിന്ന് 6-ൽ എത്താനോ? വീണ്ടും 1 hour. ഇങ്ങോട്ട് 1 hour, 1 hour, അങ്ങനെ 1 hour എടുത്താണ് 4-ൽ നിന്ന് 5 ആവുന്നത്, 5-ൽ നിന്ന് 6 ആവുന്നത്. അപ്പൊ നോക്കിയേ, ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 മണിക്കൂർ എടുത്താണ് വീണ്ടും 4-ലേക്ക് അവർ ഹാൻഡ് എത്തുന്നത് അല്ലേ? അപ്പം നമ്മുടെ അവർ ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും? 12 hours. അപ്പൊ ആ ബോക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം, അവർ ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 12 hour എടുക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇനി അടുത്തത് പറയുന്നത്. അതായത് നമ്മുടെ ഹാൻഡുകൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ്, അതുപോലെ മിനിറ്റ് ഹാൻഡ്, നെക്സ്റ്റ് അവർ ഹാൻഡ്. 3 ഹാൻഡ് ഉണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഒരു റൊട്ടേഷൻ, അതായത് ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 1 മിനിറ്റ് എടുക്കും. സെക്കൻഡ് ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1 മിനിറ്റ് എടുക്കും. ഇനി മിനിറ്റ് ഹാൻഡ് ആണെങ്കിലോ, മിനിറ്റ് ഹാൻഡ് എത്ര സമയം എടുക്കും? 1 hour എടുക്കും. 1 hour എടുക്കും. അതുപോലെ അവർ ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര എടുക്കും? 12 hours. ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ഇത് പഠിക്കാം. അതായത് സെക്കൻഡ് ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1 മിനിറ്റ് അല്ലെങ്കിൽ 60 seconds എടുക്കും. മിനിറ്റ് ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1 hour അല്ലെങ്കിൽ 60 minutes എടുക്കും. അതുപോലെ അവർ ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 12 hours എടുക്കും. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.